നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 ജനുവരി മാസം മുതലുള്ള റേഷൻ വിതരണം ഇന്ന് തുടങ്ങുകയാണ്. ഓരോ റേഷൻ കാർഡുകൾക്കും എന്തെല്ലാം വിഹിതമാണ് ലഭിക്കുക? വെള്ള നീല റേഷൻ കാർഡുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എന്തെല്ലാം സാധനങ്ങളാണ് ലഭിക്കുക? പഞ്ചസാരയും മണ്ണെണ്ണയും ലഭിക്കുമോ? നിലവിൽ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോ വിധം റേഷൻ കാർഡുകൾക്കും ലഭിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. അതുപോലെ തന്നെ 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലുമായിരിക്കും ലഭിക്കുക. ഇത് മഞ്ഞ റേഷൻ കാർഡുകൾക്കുള്ള ആനുകൂല്യങ്ങളാണ്. ഇനി നമുക്ക് ചുവപ്പ് റേഷൻ കാർഡിന് എന്തായിരിക്കും ഈ ഡിസംബർ മാസം ലഭിക്കുക എന്ന് നോക്കാം. കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ടായിരിക്കും അവർക്ക് ലഭിക്കുക. ഗോതമ്പിൻ്റെ അളവിൽ 4 കിലോ ഗോതമ്പിൻ്റെ കിലോയിൽ 1 കിലോ കുറച്ച് 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. ആട്ട ആവശ്യമുള്ളവർ മാത്രം വാങ്ങിയാൽ മതി. ഇങ്ങനെ ആട്ടപ്പൊടി ആവശ്യമില്ലാത്തവർ വാങ്ങണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. വെള്ള റേഷൻ കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ രൂപയിൽ നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ആട്ടപ്പൊടിയും ഉണ്ട്. ആട്ടപ്പൊടി അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. സ്പെഷ്യലായിട്ട് അവർക്ക് ഈ പ്രാവശ്യം ആട്ടപ്പൊടിയും ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങുക. അതുപോലെ തന്നെ ഇപ്പോൾ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അവർ നിർബന്ധമായിട്ടും ഈ സബ്സിഡി സാധനങ്ങൾ വാങ്ങുക. 6 മാസത്തോളം സബ്സിഡി സാധനങ്ങൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ കാർഡ് വെള്ള നീല റേഷൻ കാർഡിലേക്ക് മാറുന്നുണ്ട്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ആളുകൾ അങ്ങനെ റേഷൻ സാധനങ്ങൾ വാങ്ങാതിരിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് റേഷൻ സാധനങ്ങൾ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ മുൻകൂട്ടി നമ്മുടെ വെബ്സൈറ്റ് മുഖേന സർക്കാരിനെ അറിയിക്കണം. അതുപോലെ തന്നെ നിലവിലിപ്പോൾ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് സർക്കാർ കർശനമായ നിർദ്ദേശങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ അരിയും 38 രൂപ കണക്കാക്കി നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. പ്രത്യേകിച്ച് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് 40 ദിവസം കൊണ്ട് തന്നെ അത് ഒഴിവാക്കുക. മരണപ്പെട്ട വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റും റേഷൻ കാർഡുമായി നിങ്ങൾ ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അതല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. മരണപ്പെട്ട വ്യക്തി നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ ഉടമയാണെങ്കിൽ കാർഡിലുള്ള മുതിർന്ന സ്ത്രീ അംഗത്തെ ഉടമയാക്കി നിങ്ങൾക്ക് പുതിയ കാർഡ് ലഭിക്കും. ഇത് 40 ദിവസം കൊണ്ട് തന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ അവർക്ക് ലഭിക്കുന്ന ഓരോ കിലോ അരിക്ക് 38 രൂപ വെച്ച്, അതായത് നമുക്ക് 5 കിലോ അരിയാണ് 4 കിലോ അരിയാണ് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾക്കുള്ള ആളുകൾക്ക് ലഭിക്കുന്നത്. അത് കണക്കാക്കി ഓരോ കിലോ അരിക്കും 38 രൂപ കണക്കാക്കി നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ റേഷൻ കാർഡിൽ നിന്നും വിദേശത്തുള്ള ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകൾ, മറ്റ് ആനുകൂല്യത്തിന് അർഹതയില്ലാതായ ആളുകൾ എന്നിവരെല്ലാം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അനർഹമായിട്ട് നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ അരിക്കും നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് റേഷൻ കാർഡ് ലഭിച്ചതിന് ശേഷം നമ്മൾ 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസമാക്കുക. 1 ഏക്കറിന് മേലെ കാർഷിക ഭൂമിയില്ലാത്ത ഭൂമി വാങ്ങുക. സ്വന്തമായി 4 ചക്രം വാഹനം വാങ്ങുക. വീട്ടിൽ AC മറ്റ് സൗകര്യങ്ങൾ നമ്മൾ വാങ്ങുക. എന്നിവയെല്ലാം നമ്മൾ അനർഹമായിട്ടായിരിക്കും പിന്നീട് സാധനങ്ങൾ വാങ്ങുന്നത്. ഇത് എന്നാണ് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അത് അന്ന് മുതലുള്ള ഫൈനുകൾ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. ഇക്കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹനം വാങ്ങുന്ന ആളുകൾ എന്നാണ് വാഹനം രജിസ്റ്റർ ചെയ്തത് അന്ന് മുതലുള്ള ഓരോ വീട്ടിലെ അംഗത്തെയും 4 കിലോ 5 കിലോ അരിയുടെ കണക്കനുസരിച്ച് അവർ ഫൈൻ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ വെള്ള നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കും ചുവപ്പിലേക്ക് മാറാൻ അവസരമുണ്ട്. നിങ്ങൾ 1000 സ്ക്വയർ ഫീറ്റിന് വീട്ടിൽ താഴെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അത് തെളിയിക്കുന്ന പഞ്ചായത്തിൻ്റെ അളവ് തെളിയിക്കുന്ന രേഖയുമായി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ വരിക. അതുപോലെ തന്നെ വാടക താമസിക്കുന്ന ആളുകളാണെങ്കിൽ വാടക എഗ്രിമെൻ്റ് കോപ്പി കൈവശം വെക്കുക. മറ്റ് ആനുകൂല്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ BP ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളാണെങ്കിൽ അതിൻ്റെ രേഖകൾ കാണിക്കുക. എന്നിവയെല്ലാം വെച്ച് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആകുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിലവിൽ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിച്ച് ഒരുപാട് ആളുകൾ ഇപ്പോൾ വെള്ളയിലേക്ക് മാറിയിട്ടുണ്ട്. അവർ കണ്ടെത്തിയതും അതുപോലെ തന്നെ അല്ലാതെ അപേക്ഷ കൊടുത്തതുമായ ഒരുപാട് ആളുകൾ വെള്ളയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിന് ഒരുപാട് അവസരങ്ങളുണ്ട്. അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ നമ്മൾ അപേക്ഷ തന്നെ കൊടുക്കേണ്ടി വരും.
വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.